2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന UDFനും കോൺഗ്രസിനും ഏറെ നിർണായകമായ ഒരു ജില്ലയാണ് തൃശൂർ ജില്ല. 2024 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ട് BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി വിജയിച്ചു കയറിയ തൃശൂർ ജില്ലയിൽ നിന്ന് പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കണമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നത്. ക്രൈസ്തവ വോട്ടുകളെ തിരികെ കൊണ്ടുവരുവാനുള്ള കഠിന പ്രയത്നത്തിൽ കോൺഗ്രസ് നേതൃത്വം ഏർപ്പെടുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണവും തൃശൂർ നൽകിയ പാഠമാണ്. ഇത്തരത്തിൽ നാം വിലയിരുത്തുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട സീറ്റിൽ കോൺഗ്രസ് നേതൃത്വവും UDF നേതൃത്വവും ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. നിലവിൽ ഇരിങ്ങാലക്കുടയുടെ MLA എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ R ബിന്ദുവാണ്. 1957ലും 1960ലും ഇരിങ്ങാലക്കുടയുടെ ജനപ്രതിനിധിയായിരുന്നത് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി C അച്യുതമേനോനാണ്. ചരിത്രത്തിൽ 1977ലും 1980ലും മാത്രമാണ് കോൺഗ്രസിന് ഈ മണ്ഡലം വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ 1982 മുതൽ 2001 വരെ തുടർച്ചയായ 19 കൊല്ലം CPM ഈ മണ്ഡലം നിലനിർത്തിയത് അവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ജനകീയ MLA ലോനപ്പൻ നമ്പാടനിലൂടെയാണ്. എന്നാൽ 2001 ലോനപ്പൻ നമ്പാടൻ മത്സര രംഗത്ത് നിന്ന് പിന്മാറിയതോടെ തുടർച്ചയായ 3 വട്ടം UDFന് ഈ മണ്ഡലം വിജയിച്ചു കയറുവാനായി. 1996 ലോനപ്പൻ നമ്പാടനോട് 6000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെട്ട കോട്ടയം ജില്ലക്കാരനായ കേരള കോൺഗ്രസിൻ്റെ നേതാവ് തോമസ് ഉണ്ണിയാടനിലൂടെയാണ് 2001ലും 2006ലും 2011ലും UDF ഇരിങ്ങാലക്കുട മണ്ഡലം നിലനിർത്തിയത്. എന്നാൽ 2016 പൊതു തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥി CU അരുണനോട് 2700-ഓളം വോട്ടുകൾക്ക് തോമസ് ഉണ്ണിയാടൻ പരാജയപ്പെട്ടു. പിന്നീട് 2021ലും ഉണ്ണിയാടൻ തന്നെയാണ് R ബിന്ദുവിനെതിരെ മത്സര രംഗത്തിറങ്ങിയത്. എന്നാൽ 6000-ഓളം വോട്ടുകൾക്ക് ബിന്ദുവിനോട് പരാജയപ്പെടുവാനായിരുന്നു ഉണ്ണിയാടൻ്റെ വിധി. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് ഈ സീറ്റ് ഏറ്റെടുക്കുവാനാണ് കോൺഗ്രസ് നേതൃത്വം ആഗ്രഹിക്കുന്നത്. ഇതിന് പകരമായി ജോസഫ് ഗ്രൂപ്പിന് കോട്ടയം ജില്ലയിൽ കോൺഗ്രസ് മത്സരിച്ചു വരുന്ന കാഞ്ഞിരപ്പള്ളി സീറ്റ് വിട്ടുകൊടുക്കാമെന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. 2026 കോൺഗ്രസ് ഇവിടെ സ്ഥാനാർത്ഥിയായി കാണുന്നത് അങ്കമാലി സ്വദേശിനിയായ KSUവിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷ ആൻ സെബാസ്റ്റ്യനെയാണ്. ചാനൽ ചർച്ചകളിലൂടെ കേരളത്തിന് സുപരിചിതയായ ആൻ സെബാസ്റ്റ്യൻ MG സർവകലാശാല വൈസ് ചെയർപേഴ്സൺ എന്ന നിലയിലും കേരളത്തിലെ ക്യാമ്പസുകളിൽ KSUവിൻ്റെ വനിതാ മുഖം എന്ന നിലയിലും സംഘടനാ പ്രവർത്തനത്തിലൂടെ ഉയർന്നു വന്നിട്ടുള്ള ഒരു നേതാവാണ്. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ബിരുദാനന്തര ബിരുദത്തിന് ശേഷം PhD റിസർച്ചിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൻ സെബാസ്റ്റ്യനെ R ബിന്ദുവിനെതിരെ മത്സരിപ്പിച്ചാൽ വലിയ വിജയസാധ്യതയുണ്ട് എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. കോൺഗ്രസ് നേതൃത്വം ആനിന് അനുകൂല ഘടകമായി കാണുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായ ഈ മണ്ഡലത്തിൽ ക്രൈസ്തവ യുവജന സംഘടനയായ ജീസസ് യൂത്തിൻ്റെ സജീവ പ്രവർത്തകയാണ് ഇവർ എന്നുള്ളതാണ്. ഈ ഘടകങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ നിരന്തരം വിവാദങ്ങളിൽ ചെന്ന് ചാടുന്ന, പ്രതിച്ഛായയും മുഖവും നഷ്ടപ്പെട്ടിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിനെ ആൻ സെബാസ്റ്റ്യൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഉറപ്പായും പരാജയപ്പെടുത്തി ഇരിങ്ങാലക്കുട തിരികെ പിടിക്കാമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പ്രത്യാശ. ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.